അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. നമ്മളെ പ്രവാസികളുടെ ഇടയിൽ ഭയങ്കര ചർച്ചാ വിഷയമായ സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇപ്പം വിടുന്നത്. നമ്മളെ കോഴിക്കോട് ജില്ലയിലെ റിഫ അവളെ ഇവിടുന്ന് ആത്മഹത്യ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് അവരുടെ നാട്ടുകാരവരൊക്കെ ഇവിടെ കയറ്റി വിട്ടിട്ട് പല ഓൺലൈൻ മീഡിയക്കാർ പലതും പറഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞ ശേഷം ഈ ബോഡി എടുത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് ആ റിപ്പോർട്ട് ഇപ്പോൾ ഇന്ന് വന്നപ്പോൾ ഞാനിതാ ഒഴിവാക്കി. ഇതിൻ്റെ വയ്യ കിടക്ക് പണിയല്ല എൻ്റെ പണി. പക്ഷേ ഇവരോട് പറഞ്ഞാണ് വീഡിയോ വിടുന്നത്. ദുബായ് പോലീസിന് ഇവിടുത്തെ ഭരണാധികാരികളൊക്കെ പറയുമ്പോൾ ഞമ്മ കൂടി ഒരു മോശമാണ്. കാരണം ഒരാൾ മരണപ്പെട്ടാൽ UAE നല്ല എല്ലാ സ്ഥലത്തും GCC തന്നെ അത്രയും പെട്ടെന്ന് ബോഡി നാട്ടിലെത്തിക്കുന്ന ഒരു സംവിധാനമുള്ള സ്ഥലമാണ്. ഗവൺമെൻറ്റിൻ്റെ ചിട്ട തന്നെ അതാ. പിന്നെ ഫോറൻസിക് അവർ ചെക്ക് ചെയ്താൽ അതിൽ പിന്നെ അപ്പീലില്ല. പക്ഷെ 100% കറക്റ്റായിട്ടാണ് അവർ ചെക്ക് ചെയ്യുക. നമ്മളൊരു ദിവസം 4 ആൾ വണ്ടിയിൽ നിൽക്കുമ്പോഴാണ് ഇവൻ്റെ പേര് ഈ വീഡിയോ വിട്ടവൻ്റെ ഖാദർ കരിപ്പടി അവൻ വിളിച്ച് സ്പീക്കർ ഇങ്ങ് കേട്ടില്ലേ? നിങ്ങളൊക്കെ കേട്ടോ? സ്പീക്കറിട്ട് എന്നോട് ചോദിച്ചു എന്താ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇവള് ആത്മഹത്യ ചെയ്താണ്. അതിൻ്റെ റിപ്പോർട്ട് ഫോറൻസിക് റിപ്പോർട്ടുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കും. നമ്മളെ നാട്ടിലത്തെ മാതിരി നമ്മുടെ നാട്ടിൽ എങ്ങനെ മരണപ്പെട്ടാലും അത് കീറി മുറിക്കും. അതാണ് നാട്ടിൽ പോസ്റ്റ്മോർട്ടം. ഇവിടെ ഫോറൻസിക് ചെയ്ത് അവർക്ക് അറിയാം. എന്തെങ്കിലും ഡൗട്ട് അവർക്ക് തോന്നിയാൽ അപ്പോൾ നമ്മുടെ നാട്ടിൽ അതേ സെയിം പോസ്റ്റ്മോർട്ടം ഇവിടെയും ചെയ്യും. അതിനൊരു മാറ്റം ഇവിടെയല്ല. പക്ഷേ ഇവർക്ക് ആത്മഹത്യ ചെയ്ത ആയതുകൊണ്ടാണ് ഇവർ പോസ്റ്റ്മോർട്ടം ചെയ്യാണ്ട് ഈ റിപ്പോർട്ടിലേക്ക് തെളിവ് കിട്ടി. നമ്മുടെ നാട്ടിൽ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞാൽ 100% ക്ലിയറാണ്. ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ചതി ലോകത്ത് എവിടെയും ചെയ്യൂല. ചെയ്യാൻ അവർക്ക് മനസ്സ് തരില്ല. അവരെന്തിനാക്കി ഇത് തെളിവെടുക്കാനാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മുടെ നാട്ടിലും ഇപ്പോൾ പെൻഷനായ ഒരു ഡോക്ടറൊക്കെ ഉണ്ട്, മലപ്പുറം ജില്ലക്കാരെത്തിയാൻ തോന്നുന്നു. അവർക്ക് 100% കറക്റ്റാണ് ഇപ്പോഴത്തെ ഫോറൻസിക്. പിന്നെ ഈ നമ്മുടെ നാട്ടിൽ കോർട്ടും പോലീസിനെ ഒരു കുറ്റം പറഞ്ഞ കാര്യമില്ല. പലതും പറഞ്ഞിട്ട് അവരെ ഇതാക്കുമ്പോൾ സമ്മർദ്ദം ചെലുക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ഇത് രണ്ടാമത് മാന്തും. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. ഈ 1-2 മീഡിയക്കാരേ ഉള്ളൂ. നമ്മളിവിടെ ദുബായിൽ മീഡിയ 1 ഉണ്ട്, മനോരമ ഉണ്ട്, മാതൃഭൂമി ഉണ്ട്, ഏഷ്യാനെറ്റ് ഉണ്ട്, 24 ഉണ്ട്. പിന്നെ ആര് നമ്മളെ മറുനാടൻ മലയാളി സാജൻ സാറ് അവരൊന്നും ഇതിൽ പ്രതികരിക്കാണ്ട് അവർക്കറിയത് സത്യമാണ്, സംഭവം നടന്ന ആത്മഹത്യയാണ് അറിഞ്ഞുകൊണ്ടാണല്ലോ അവർ പ്രതികരിക്കാത്തത്. അല്ല അവരെല്ലാം പ്രതികരിക്കേണ്ടേ മീഡിയക്കാർ. ഈ 2 ഓൺലൈൻ മീഡിയക്കാരെ കൊണ്ട് ഇത്രയും ബുദ്ധിമുട്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആരെയാക്കുക. എന്നിട്ട് ഈ കരിപ്പടി അന്ന് പറഞ്ഞ് അസർഖാൻ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഈ സംവിധാനം ഇത് വെച്ച് അവസാനിക്കുന്നു പറഞ്ഞില്ലേ? എന്നിട്ട് ആ പറഞ്ഞതൊന്നും ചെയ്യാണ്ട് കട്ട് ചെയ്തിട്ട് കുറഞ്ഞ ഭാഗം അസർഖാൻ ഇങ്ങനെ പറഞ്ഞു. അസർഖാക്ക് ഇത് ഇന്ന് വരെ ഒരു ദിറംസ് ഒരാൾ മടിച്ചിട്ടില്ല. ഇത് വാങ്ങാൻ പോകണമില്ല. പൈസ മടിച്ച് ചെയ്യണം. ഇതിൽക്കും നല്ല പൈസയ്ക്ക് കിട്ടുകയും. പക്ഷേ ഇന്ന് വരെ മടിച്ച് ഈ വീഡിയോ കാണുമ്പോൾ ഇത്രയും ആളുകൾ വീഡിയോ കാണും. ആരെങ്കിലും ഒന്ന് പറയട്ടെ. പിന്നെ ഈ വീഡിയോയിൽ എടുത്തന്നെ എഴുതി മലബാറുകാരെ ഇതിൽ പൈസ കൊടുത്തത് ബോഡി ഉണ്ടാകും പൈസ ഇല്ലാതെ ഇവർ പറഞ്ഞപ്പോൾ മലബാറിൽ വിളിച്ചപ്പോൾ അവരാണ് ഈ എംബാവിൻ്റെ പൈസ കൊടുത്തത്. ഈ കമൻറ്റിലും എടുത്തിട്ട് എഴുതിക്കുന്നത് എംബസിയിൽ നിന്ന് 6000 റിട്ടേൺ കിട്ടിക്കുന്നത്. ഇത് എഴുതിയാൽ ഒന്നും ഇവിടെ വരട്ടെ. ഓന് പൈസ കിട്ടിയോ? എനിക്ക് കിട്ടിയില്ല. നമ്മളാരും അതിന്റെ വഴി പോയിട്ടില്ല മാടിച്ചിട്ടില്ല. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നാട്ടിൽ വിളിച്ചു. ഈ മയ്യത്ത് പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ആത്മഹത്യയാണ്, നമ്മൾ നാട്ടിൽ കൊണ്ടുവരണോ അല്ലെങ്കിൽ ഇവിടെ മറമാടണോ എന്നുള്ളതില്ല. ഞാൻ നാട്ടിൽ വിളിച്ചു. ഇവിടെ അടുത്തൊരു ബന്ധുവിനെയാണ്, ബന്ധുവിനെ റാഫി എന്ന് പറഞ്ഞാലാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അവരെടുത്ത് പോയി അന്വേഷിച്ചു എന്താണ് ഇതിൽ സംഭവിച്ചത്, ഇങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇത്ര 6000 ദിറംസോളം നമുക്കിതിന് ചിലവുണ്ട്. അപ്പോൾ എന്താണ് നാട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുവരണോ വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു സാമ്പത്തികപരമായിട്ട് ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, മയ്യത്ത് നിങ്ങൾ എന്തെങ്കിലും ആക്കി കയറ്റി അയക്കണം. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു മരണം സംഭവിക്കുമ്പോൾ നാട്ടുകാരെന്ന നിലയിൽ നമുക്കൊരു കടമയുണ്ട്, ഇതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാന്നുള്ളത്. ആ കാര്യത്തിൽ സുഹൈൽ എന്നെ വിളിക്കുകയും ആ മഹൽ സെക്രട്ടറിയായ നൗഫൽ, അജാസ്, ഞങ്ങൾ 4 പേര് ഇതിനെക്കുറിച്ചിട്ട് അഷ്റഫ് ഖാനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അഷ്റഫ് ഖാൻ പറഞ്ഞു ഫോറൻസിക് റിപ്പോർട്ട് ആദ്യം വരണം, അത് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റൂ. അപ്പോൾ ഫോറൻസിക് റിപ്പോർട്ട് വന്ന് ഇതിനെ ആത്മഹത്യ സ്ഥിരീകരിച്ച് ഇവർ നാട്ടിലേക്ക് കൊണ്ടുപോകാനും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പേപ്പറൊക്കെ വളരെ പെട്ടെന്ന് ജോലിയൊന്നും പോവാതെ അതിൻ്റെ പിന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുക, അതേപോലെ പാസ്പോർട്ട് ക്ലിയർ ചെയ്യുക, ക്യാൻസലാക്കുക, ഇതൊക്കെ ചെയ്ത് എംബാമിങ് ചെയ്ത് നല്ല രീതിയിൽ എന്താണോ അഷ്റഫ് ഖാൻ പറയുന്നത് നമുക്കിതിനെക്കുറിച്ച് അറിയില്ല. അഷ്റഫ് ഖാൻ പറഞ്ഞു തരുന്നത് അതേപോലെ നമ്മൾ അനുസരിച്ചിട്ടാണ് ഈ ബോഡി നമ്മൾ നാട്ടിലേക്ക് കയറ്റി അയക്കുന്നത്. കയറ്റി അയച്ച് ആദ്യത്തെ ദിവസം ഒരു വിഷയമില്ല, 2 ദിവസം കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസവും ഓരോ പുതിയ ന്യൂസ് വരിക. ഇത് ഇങ്ങനെയുള്ള ന്യൂസ് വരുമ്പോൾ നമ്മൾ തന്നെ പിന്നെ ഇതിൽ ചിന്തിക്കുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു 20 വർഷമായിട്ട്
ഈ മയ്യത്ത് നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി മുൻപന്തിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അഷ്റഫ് താമരശ്ശേരി എന്ന് പറഞ്ഞ ആള്. 2015 നമ്മൾ ഇന്ത്യ വരെ മൂപ്പർ അംഗീകരിച്ചതാണ്. ആ ഒരു വ്യക്തിനെ കുറിച്ച് മോശമായി പറയുമ്പോൾ നമുക്കും വലിയ വിഷമം തോന്നി. അതേപോലെ തന്നെ ഇതിൽ പിന്നെ പല ചാനലുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടും നമ്മൾ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. ഒരു പബ്ലിസിറ്റി അല്ല നമ്മൾ ആഗ്രഹിച്ചത്. ഇതിന് വേണ്ടുന്ന പെട്ടെന്ന് കാര്യങ്ങൾ നിറവേറ്റിയിട്ട് നാട്ടിലേക്കാന്ന് മാത്രമേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷേ സമൂഹ മാധ്യമങ്ങൾ, ഈ ഓൺലൈൻ ചാനലുകൾ ദിവസവും വന്നിട്ട് പല തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുക. ദുബായ് ഗവൺമെൻറ്റിനെ പോലും സംശയിക്കുന്ന രീതിയിലാണ് അവർ പിന്നെ ന്യൂസുകൾ പഠിച്ചു വിടുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അന്ന് ഒരു വീഡിയോ ഞാൻ കണ്ട്, നുസ്രത്ത് ജഹാൻ എന്ന് പറഞ്ഞ അവർ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെയാണ് അവർ സംസാരിക്കുന്നത്. അവർ ശരിക്കും ദുബായ് ഗവൺമെൻറ്റിനെ പോലെ അരമണിക്കൂർ അവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഇതിന് മാന്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ എന്ത് കാര്യത്തിലാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. അതെ, അപ്പോൾ ഈ ഒരു ഗവൺമെൻറ് ഫോറൻസിക്കിൻ്റെ പോലീസ് ആയിക്കോട്ടെ മറ്റുള്ള ആയിക്കോട്ടെ വളരെ സുതാര്യമായിട്ടാണ് നമുക്ക് ഈ പേപ്പർ തന്നത്. അവരുടെ ലെറ്റർ ഹെഡിൽ ഇത് ഞങ്ങൾക്ക് മനസ്സിലായത് ആത്മഹത്യയാണ്, മറ്റൊരു തെളിവ് ഇതിലില്ല, ഇന്ന മുറിവുകൾ ഇതിൻ്റെ അകത്തുണ്ട്, ഇത്ര ആഴത്തിലുള്ള മുറിവുകളാണ്, അത് ആത്മഹത്യ അല്ലാതെ മറ്റൊരു കാര്യം ഇതിൽ തെളിവില്ല എന്ന് ഫോറൻസിക് വരെ ക്ലിയർ ചെയ്ത് അത് എയർപോർട്ടിലേക്കുള്ള പേപ്പറും ഹെൽത്തിലേക്കുള്ള പേപ്പറും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റുള്ള എല്ലാ റിപ്പോർട്ടും പോലീസ് ക്ലിയർ ചെയ്തതിനു ശേഷമാണ് നമ്മുടെ നാട്ടിലേക്ക് കയറ്റി അയക്കുന്നത്. അഷ്റഫ് ഖാ, ഇതേപോലെ മരിച്ച സമയത്ത് നമുക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റും മറ്റുള്ള ഫോറൻസിക് റിപ്പോർട്ടൊക്കെ കിട്ടിയിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് പറയുന്നത് ആർക്കും കാണിച്ചു കൊടുക്കണ്ട, അല്ലെങ്കിൽ ഇത് പുറത്ത് വിടണ്ടെന്ന് നിങ്ങളൊരു കാര്യം പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങളത് പറയാൻ കാരണം? ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇനി ഏതൊരു മനുഷ്യൻ തൂങ്ങിയിരിക്കുക വില്യം ചാരിയം മരിച്ചാൽ ഞാൻ ഇവരോട് പറയും, ഒരു കുടുംബങ്ങളോട് അറിയും, നിങ്ങൾ ഈ പേപ്പർ ആരും കാണിച്ചു കൊടുക്കണ്ട, എനിക്കോ കിട്ടാൻ വേണ്ടിയിട്ട് പറയല്ല. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ഓരോ മക്കൾ ഇപ്പോൾ നാളെ അങ്ങാടി പോകുമ്പോൾ പറയും ആ തൂങ്ങിയിരിച്ചവന് മോനെന്നാ പറയാം അല്ലേ. ഇതാരും അറിയിച്ചിട്ട് കാര്യം കിട്ടാനുള്ള ഒരു കാര്യം വേറെ ഒന്നല്ല ഇത് പറഞ്ഞത്. എന്നിട്ട് അവർ പറഞ്ഞ 5 മിനിറ്റ് അരമണിക്കൂർ ഉമ്മ പറഞ്ഞു, ഉമ്മനെ തെറ്റിദ്ധരിപ്പിച്ചാട്ടോ ഉമ്മനെ കുറ്റം പറയില്ല, അരമണിക്കൂറോട് മറവ് ചെയ്യണം. അത് ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞില്ല. പിന്നെ ഉമ്മയും ഉപ്പയും ഇവർ പാവത്തങ്ങളായിരിക്കും. ഈ ഡെയിലി ഓൺലൈനിൽ പോയി പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? അത് നമ്മളെ അവസ്ഥ നമുക്ക് അതാ വരും. അവരൊന്നും ഇത് കുറ്റം പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ആര് മരിച്ചാലോ ഇതിപ്പോൾ മീഡിയക്കാർ ഇതിപ്പോൾ ഇത് കാണുന്ന പല ആളുകളും ഉണ്ടാവും, അവർക്കൊക്കെ അറിയാം. അവരാളുകളുണ്ടാവും, മരണപ്പെട്ട കുടുംബക്കാർ. അവരോട് ഞാൻ പറഞ്ഞതല്ല നമുക്ക് ആരെയും കാണിക്കും. എന്താ കാരണം? നാളെ ഏറ്റവും ഒരു പ്രശ്നം വരാതെ അവരുടെ കുടുംബത്തിന് പോയി അല്ലേ, അതിന് വേണ്ടി മാത്രം വേറെ ഒന്നുമല്ല പറയും. ഇതേപോലെ ഒരു കാര്യം എന്താ പറഞ്ഞാൽ ഇപ്പോൾ നാട്ടിൽ ഇവർ പറഞ്ഞ ഒരു കാര്യം എന്താ പറഞ്ഞാൽ എല്ലാ പേപ്പറും നാട്ടിൽ എത്തിയിട്ടില്ലാന്ന്. നമുക്കിപ്പോ ഇവിടുന്ന് ഒരു ബോഡി കയറ്റി വിടണമെങ്കിൽ ഇതിന് അറ്റാച്ച് എല്ലാ പേപ്പറും നമ്മളെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ കൗൺസിലർ എന്താ വലിയ പറയുന്നത്? ഇന്ത്യൻ എംബസി എന്താ, ഇന്ത്യൻ കൗൺസിലർ എന്താ തമാശ കളിക്കുന്ന സ്ഥലമാണോ? നമ്മളൊരു പേപ്പർ രേഖയിലാണ് ഒരു ക്യാൻസൽ ചെയ്തിട്ട് പാസ്പോർട്ട്, ഒരു മനുഷ്യൻ ജീവനുള്ള മനുഷ്യന്റെ പാസ്പോർട്ട് കട്ട് ചെയ്യാൻ കഴിയുമോ? മരിച്ചത് കട്ട് ചെയ്തിരുന്നത് ഈ രേഖ മൊത്തം കൊടുത്തിട്ട് അല്ലോ തരുമോ? ഒരു വെറുതെ ഇരിക്കുമല്ലോ അവിടെ. ഇവിടുത്തെ ഫോറൻസിക് പോലീസും 100% എനിക്ക് വിശ്വാസം. എൻ്റെ ആരാ പറയുന്നത്? ഇവരെ കുറ്റം പറയാം ഞാൻ ഇത് കൂട്ടിക്കയില്ല. ഈ നാട്ടിലെ മീഡിയക്കാർ പറയുമ്പോഴല്ല ഇവിടെ ഏതൊരു മനുഷ്യൻ മരിച്ചാലും മനുഷ്യനൊരു ഇത് കൊടുക്കാറ്. ഇവിടെ മുസ്ലിങ്ങളെ മറിയാൻ സ്ഥലമുണ്ട്, ക്രിസ്ത്യൻസിനുണ്ട്, ഹിന്ദുക്കൾക്കുണ്ട്, എല്ലാ സ്ഥലത്തും എല്ലാ ജാതിക്കാർക്കും അതാ സ്ഥലം കൊടുത്ത സ്ഥലത്ത് പോയി. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ കിടന്ന ഒരാൾ 2 മാസം കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നു. ആടെ ഡോക്ടർ എഴുതി തരും ഇന്ന കാരണം മരിച്ചതെന്ന്. ആ പേപ്പർ കൊണ്ടുപോയി പോലീസ് കൊടുക്കണം. പോലീസിൽ നിന്ന് ഈ പോലീസുകാരുടെ ഈ നിയാവിലേക്ക് വിളിക്കും, കോർട്ടിലേക്ക്. ഇന്ന ആൾ ഇത്ര വയസ്സുള്ള ഇന്ന സ്ഥലത്ത് മരിച്ചു ഓർക്ക് ഉറപ്പ് വരുന്നതിന് ശേഷം പോലീസ് പേപ്പർ തരും. അതാണ് യുഎയുടെ നിയമം. ഈ നിയമം ഓരോരോ നാട്ടിലും ഓരോരോ നിയമമുണ്ട്. ഇന്ത്യക്ക് ഇന്ത്യയുടെ നിയമമുണ്ട്, യുഎക്ക് യുഎ നിയമമുണ്ട്, അമേരിക്കയുടെ നിയമമുണ്ട്. എല്ലാ സ്ഥലത്തും ഒരു നിയമമാണോ? എന്താ ഇപ്പം പറയുന്നത്? വലിയ ഈ ഓൺലൈനുകാർ ഇങ്ങനെ പൈസ കണക്കിട്ട ബാക്കിയുള്ള കൂടി ബുദ്ധിമുട്ടാണ്. പക്ഷെ മനക്കെട്ടോടെ അവർക്ക് പൈസ കിട്ടിക്കോ, അതൊന്നും നമ്മൾ വരാതില്ല. വേറെ പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല, അവർ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ലാന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് രാവും പകൽ നിങ്ങൾക്കൊക്കെ അറിയാം നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്ന് കഷ്ടപ്പെട്ടിട്ടാണ് എന്താക്കിയത് ഈ ഒരു വളരെ പെട്ടെന്ന് നാട്ടിലെത്തിയത്. ഇതിലേക്ക് എത്രയും പെട്ടെന്ന് മയ്യത്ത് അയച്ചെന്ന് ചോദിച്ചല്ലോ. അപ്പോൾ ഇതിൽ അന്ന് ഇവരൊരു യൂട്യൂബർ ആയതുകൊണ്ട് ഇതിൽ പല ആളുകൾ ഇതിൽ എന്തെങ്കിലും ഒരു പേരെടുക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു വിടുക, 4 ദിവസം കഴിഞ്ഞാൽ മയ്യത്ത് നാട്ടിലെത്തു, ഇത് ആര് പോയിട്ടും കാര്യമല്ല. നമ്മളെ ലക്ഷ്യം എന്തായിരുന്നു അറിയോ അഷ്റഫ് ഖാ? ഒരു കുട്ടി മരിച്ചു കഴിഞ്ഞാൽ, ഒരു മകൾ മരിച്ചു കഴിഞ്ഞാൽ ആ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും മനസ്സ്, അത് മാത്രമേ നമ്മൾ ആലോചിച്ചിട്ടുള്ളൂ. അവർക്ക് ഏതോ നാട്ടിൽ നിന്ന് മരിച്ചിട്ട് അവരെ മുന്നിൽ ആ മയ്യത്ത് കാണുന്നത് വരെ അവർക്ക് ഭയങ്കര ആദ്യമായിരിക്കും. അപ്പോൾ നമ്മളെ കൊണ്ട് ഇടപെട്ടിട്ട് എത്രയും പെട്ടെന്ന് ഇത് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു മനസ്സമാധാനം കിട്ടുമല്ലോ, അല്ലെങ്കിൽ ഒരു സന്തോഷം കിട്ടുമല്ലോ മാത്രമേ നമ്മളതിൽ ചിന്തിച്ചിട്ടുള്ളൂ. ഞാൻ അഷ്റഫ് ഖായുടെ കൂടെ ഏകദേശം ഒരു 10-15 വർഷമായി, 20 വർഷമായി അഷ്റഫ് ഖാ ഈ ഫീൽഡിൽ തന്നെ. ഒരു ദിറംസ് ഒരാളെന്ന് പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ ഒരാളൊരു ചായ, ഒരു കാലിച്ചായ വരെ കുടിക്കാതെയാണ് ഇന്നൊരു അഷ്റഫ് ഖാ ഒരു സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഓൺലൈൻ മീഡിയകൾ എന്താ അവർ പറയുന്നത് പോലും അവർക്ക് തന്നെ അറിയില്ല. ഒരു മരിച്ച കുട്ടിയുടെ വെച്ചിട്ടാണ് ഇത് രണ്ടാമത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. അവർ പറഞ്ഞിട്ടാണ് ഇത്ര പോസ്റ്റ്മോർട്ടം വരെ വന്നത്. ഇപ്പം അതിൻ്റെ റിസൾട്ട് വന്നു. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്, കാർഗോ സെക്ഷനിലാണ് നിൽക്കുന്നത്.
ഒരു തൂങ്ങി മരിച്ച് 24 വയസ്സായ ഒരാൾ തൂങ്ങി മരിച്ചിട്ട് അത് കയറ്റി വിടാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഈ ലൈവ് ഞങ്ങൾ വരാനുള്ള കാരണം. എന്തായാലും അഷ്റഫ് ഖാനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു നല്ലത് മാത്രം ചിന്തിച്ചിട്ട് ചെയ്യുന്ന കാര്യമാണ്. അഷ്റഫ് ഖാൻ എപ്പോഴും പറയുന്നുണ്ട് മരിച്ചുപോയ ആൾക്കാർക്കാണ് എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുള്ളതെന്ന്. അപ്പോൾ ഈ ഒരു വാർത്തകൾ നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഓൺലൈൻ മീഡിയക്കാർ എന്തിനെങ്കിലും ഒരു പബ്ലിസിറ്റി, കുറച്ച് ഷെയർ, ലൈക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ മനുഷ്യത്വം കാണുക. എന്തായാലും അഷ്റഫ് ഖാൻ ഈ ആൾക്കാരൊക്കെ പറഞ്ഞ് നിങ്ങൾ വിശ്വസിച്ചിട്ട് എല്ലാവരും മുന്നോട്ട് പോവുക. എന്തായാലും ഈ സത്യാവസ്ഥ നിങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കുക. അഷ്റഫ് ഖാൻ പറയട്ടെ ബാക്കി കാര്യങ്ങൾ. എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. എനിക്ക് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഈ ഒരു കാര്യം ചെയ്തിട്ടാണ് ഈ പ്രവാസി അവാർഡ് തന്നത്. 130-140 കോടി ജനങ്ങൾ ഇന്ത്യയിലാണ് ഞാൻ തിരഞ്ഞെടുത്തത്. ഞാൻ കള്ളത്തിന് എനിക്ക് ഇത് കിട്ടില്ല. പിന്നെ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഈ ലോ കേരള പ്രവാസി സംഘത്തിൽ ഫസ്റ്റ് എൻ്റെ പേരാണ് കൊടുത്തത്. ആ മുഖ്യമന്ത്രി നേരിട്ട് കൊടുത്തതാണ്. ഒരു തട്ടിപ്പേരാണ് ചെയ്യുന്നത്. എന്നേ ദിവസം വരെ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരോടും ഞാൻ പറയുന്നത്, ഈ വീഡിയോയിൽ കമൻറ്റ് എഴുതിയ കുറേ ആളുകളുണ്ട്, പക്ഷേ ഒരു കള്ള കൊടുക്കട്ടെ, അത് ഞാൻ പറയുള്ളൂ. ഒരു ദിറംസ് ഒരു ചായ ഞാൻ അടിച്ചത് ഇന്ത്യൻ ഫ്ലവേഴ്സ് ടിവിയിൽ 10 മില്യൺ ആൾക്കാർ വീഡിയോ കണ്ടു. ഇന്ത്യൻ കൗൺസിലിൽ നിന്ന് ഇന്ത്യൻ എംബസി ഒരു ഉറുപ്പ് ഞാൻ ഇന്നലെ അടിച്ച് നിങ്ങൾ തെളിയിച്ചെന്നാൽ നിങ്ങൾ പറയാൻ ചെയ്തു. ഇത്രയും എനിക്ക് പറയാനുള്ളത്, മീഡിയക്കാർ നിങ്ങൾ നന്നാക്കിയുള്ള ഉയർച്ചയിൽ വരട്ടെ, നല്ല വരാതെ നിങ്ങളെ ഭാഗത്ത് ഞാൻ എപ്പോഴും സപ്പോർട്ട്. ദയവ് ചെയ്തിട്ട് മരിച്ചൊരു മക്കളാ രണ്ടാമത് മയ്യത്ത് തോണ്ടിക്കൊരു പണിക്ക് ഇനി ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആരായാലും അത് നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഓൺലൈൻ ചാനലിൽ നിൽക്കാറുണ്ട്. അതെനിക്ക് പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.